ഹലോ ചക്രികളെ, നമ്മുടെ മുഖത്തുണ്ടാകുന്ന റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ മാറ്റാനായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ് യോഗകളും ഫേസ് മസാജുകളും ഫേസ് എക്സസൈസും ഫേസ് പായ്ക്കും ഇങ്ങനെ നിരവധി വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ കുറേ പേര് അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം നല്ല റിസൾട്ടും ഉണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വരാറുണ്ട്, ഇതുപോലെ നോക്കി ചെയ്യാറുണ്ട്, നല്ല മാറ്റം കാണുന്നുണ്ട്. അപ്പം നമ്മൾ എന്താണ് അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ. നമ്മൾ അതിനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പല ജോലി തിരക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ വീട്ടിലെ കുറച്ച് പ്രാരാബ്ധങ്ങളും കാര്യങ്ങളും കൊണ്ടും ഒക്കെ നമ്മുടെ സ്കിന്നിനെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്കിന്നിനെ ശ്രദ്ധിച്ചു പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അല്ലേ. ചില ആൾക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് പറയാറുണ്ട്, മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ എല്ലാം ശരിയാവുമെന്ന്. അത് വളരെ കറക്റ്റാണ്. മനസ്സ് നല്ല സന്തോഷത്തിലിരുന്നാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ചെയ്യാനും തോന്നത്തുള്ളൂ. നമ്മുടെ മനസ്സ് സന്തോഷത്തിലിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു മുഖ സൗന്ദര്യം എടുത്തു കാണിക്കത്തുള്ളൂ. നമ്മുടെ മനസ്സ് ആകെ ടെൻഷൻ അടിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ചും ടെൻഷനിലെ അവസ്ഥയിൽ ഇരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ മുഖത്ത് അത് പെട്ടെന്ന് എടുത്തറിയാൻ പറ്റും അല്ലേ. നമ്മുടെ മുഖം കരിവാളിച്ചും അതുപോലെ കണ്ണടിയിൽ ആകെ കറുപ്പ് പിടിച്ചും ഒക്കെ ടെൻഷൻ അടിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് കണ്ണിനടിയിലെ കറുപ്പെന്ന് പറയുന്നത്. ഉറക്കക്കുറവ്, ടെൻഷൻ മൂലമുള്ള ഉറക്കക്കുറവ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം കൊണ്ട് നമ്മുടെ കണ്ണിനടിയിൽ കറുപ്പും അതുപോലെ നമ്മുടെ നിറം കുറഞ്ഞു പോവുകയും മുഖം എല്ലാം കരിവാളിച്ചുമൊക്കെ ഇരിക്കുന്ന ഒക്കെ ഉണ്ടല്ലേ. എല്ലാം കറക്റ്റാണ്. നിങ്ങൾ പറഞ്ഞു ചെയ്യണം. മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ. നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ മുഖത്ത് അറിയാനും പറ്റത്തുള്ളൂ, നമുക്ക് സൗന്ദര്യവും കിട്ടത്തുള്ളൂ. ശരിയാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും നമ്മളെ ശ്രദ്ധിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുക. നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് ആരും കാണത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയുമൊക്കെ കുടുംബത്തിന് വേണ്ടിയുമൊക്കെ കഷ്ടപ്പെടുന്ന സമയത്ത് നമുക്കൊരു വയ്യാഴിക വന്നാൽ ആ സമയത്ത് ആ സ്പോട്ടിൽ വയ്യാഴിക വരുന്ന സമയത്തായിരിക്കും, വീണു പോകുന്ന സമയത്തായിരിക്കും നമ്മളെ ശ്രദ്ധിക്കുന്നത്. അയ്യോ വീണല്ലോ അല്ലെങ്കിൽ അസുഖമായി പോയല്ലോ എന്ന്. സ്ത്രീകൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നിസ്സാരമാക്കി കൊണ്ടു നടക്കും. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്, അമ്മമാരോട്. ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ചെറുപ്പത്തിലെ പോട്ടെന്ന് വെക്കാം, ഒരു ഏജ് ഒരു 40 വയസ്സിന് ശേഷം നിങ്ങൾ അത്യാവശ്യം റെസ്റ്റ് എടുക്കുക. അതുപോലെ തന്നെ അടുക്കളയിൽ ഒരുപാട് നിന്നുള്ള ജോലികൾ ചെയ്യാതിരിക്കുക. കുറച്ച് സമയം ഒന്നിരിക്കുക. അതുപോലെ നമ്മുടെ ശരീരത്തെ നമ്മൾ ശ്രദ്ധിച്ചു പോകുക. ഈ സമയത്തൊക്കെ നമുക്ക് ഒരു മെനപ്പോസിൻ്റെ പ്രശ്നമൊക്കെ ആരംഭിക്കുന്ന മെനപ്പോസ് ടൈമൊക്കെ എത്താറാവുകയും ഹോർമോണിൽ പല വ്യതിയാനങ്ങളും ഉണ്ടാവുകയും അതുമൂലം നമ്മുടെ സ്കിന്നിന് പല മാറ്റങ്ങളും ഉണ്ടാവും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങളെന്താണ് ഫ്രൂട്ട്സും അതുപോലെ തന്നെ പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ. ധാരാളം വെള്ളം കുടിക്കുക ഈ സമയത്ത്. അതിന് വേണ്ടി നമ്മൾ ചെയ്യുക, നമ്മുടെ സ്കിന്നിനെ നമ്മൾ ശ്രദ്ധിക്കുക. കുറച്ചെങ്കിലും സമയം നിങ്ങൾ ഇതിനായിട്ട് മാറ്റി വെക്കുക. പോസിറ്റീവായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ മാറ്റാൻ സഹായിക്കുന്ന നല്ലൊരു മസാജാണ് കാണിക്കുന്നത്. ആ ഒരു മസാജ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നെടുക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ, അപ്പം മസാജ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നെടുക്കുന്ന സാധനം കുങ്കുമത്തിൻ്റെ ഓയിലാണ്. അപ്പം ഈ കുങ്കുമത്തിൻ്റെ ഓയിൽ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ക്വാളിറ്റി ഉള്ള നല്ല വാങ്ങിക്കുക. അപ്പോൾ കുങ്കുമത്തിൻ്റെ ഓയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ട് എത്രയോ ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇത് ഉപയോഗിച്ച് പോകുന്ന ആളാണ്. ഞാൻ ഉണ്ടാക്കുന്ന ഫെയർനെസ് ഓയിൽ ഉണ്ട്, അത് ഞാൻ ഉപയോഗിച്ച് പോകും. കുങ്കുമത്തിൻ്റെ ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, ഹോബ ഓയിൽ. ചിലവർക്ക് ഒലിവ് ഓയിൽ ഉപയോഗിക്കുമ്പം ഒലിവ് ഓയിലല്ല, ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കും. ചിലവർക്ക് മുഖത്ത് ഡാർക്ക്നെസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാതിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ മുഖത്ത് ഏത് ഓയിലാണ് സ്യൂട്ടാവുന്നത്, ആ ഓയിൽ തിരഞ്ഞെടുക്കുക. ഹോബ ഓയിൽ നല്ലതാണ്, അതായത് ജോജോബ ഓയിൽ. അതും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ടാഗ് ചെയ്തേക്കാം. അപ്പം നമ്മൾ ഇത് വേറൊരു സാധനം കൂടെ വെച്ചാണ് മസാജ് ചെയ്യുന്നത്. നല്ല വ്യത്യാസം വരും. നിങ്ങളുടെ റിങ്കിൾസും ഫൈൻ ലൈൻസും എല്ലാം നല്ലതായിട്ട് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന 2 കാര്യങ്ങൾ വെച്ചുള്ള മസാജാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്താണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനും മറന്നുപോലെ. 40 വയസ്സിന് ശേഷമുള്ള ചുളിവുകളെ കൺട്രോൾ ചെയ്യാനായിട്ടും മുഖത്തിൻ്റെ തിളക്കവും പരിവാളിപ്പും ഒന്നുമില്ലാത്ത നല്ലൊരു സ്കിന്ന് നിങ്ങൾക്ക് കിട്ടണം എങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നതിലാണ് റിസൾട്ട് കിട്ടുന്നത്. വെറുതെ മടിച്ചിരുന്നാൽ ഇതിന് യാതൊരു കാര്യവുമില്ല. മടിയാണ് എല്ലാത്തിനും പ്രധാന കാരണം. പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ നമുക്ക് 100% തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ മുഖം ഒന്ന് ഫ്രഷായിട്ട് കഴുകിയെടുക്കുക. അതായത് നമ്മുടെ മുഖം എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫേസ് വാഷ് വെച്ച് മുഖം നല്ല ക്ലീൻ ആക്കുക. അപ്പം ഞാൻ ഫേസ് വാഷൊക്കെ ഒരു മേക്കപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. ആകെ കൂടെ ഞാൻ കണ്ണെഴുതി പിന്നെ പിരികു എഴുതി, ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ടിരിക്കുകയാണ്.
അപ്പോൾ ഇനി നിങ്ങൾക്ക് നേരത്തെ നിങ്ങളെൻ്റെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഈ ഭാഗത്തൊക്കെ ഭയങ്കര പിമ്പിൾസ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് പീരിയഡ്സ് വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് പിമ്പിൾസ് കൂടുതലായിട്ട് വരുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊക്കെ നല്ലതായിട്ട് കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്. കാരണം എന്താണ്, നമ്മൾ റെഗുലറായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ എന്താ ഇപ്പം പാടോ കലകളോ ഒന്നുമില്ല, നല്ല രീതിയിലുള്ളൊരു മാറ്റം എൻ്റെ സ്കിന്നിന് വന്നിട്ടുണ്ട്. അതായത് പിമ്പിൾസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിങ്കിൾസിനൊക്കെ ഒത്തിരി നേരത്തെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ കുറച്ച് ഒരു ഫൈൻ ലൈൻസ് പോലെ കുറച്ച് ഇച്ചിരി കൂടുതലായിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം റെഗുലറായിട്ട് മസാജ് ഫേസ് യോഗകളും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളും ഇത് ഫോളോ ചെയ്യുക, വീഡിയോസ് എല്ലാം ഫോളോ ചെയ്യുക, അത് കണ്ടു നോക്കുക. എല്ലാത്തിൻ്റെയും ഓരോ വീഡിയോയുടെയും താഴെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ മുഖമെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഈ ഒരു ഓയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുപോലെ ചെറിയൊരു കുഞ്ഞൊരു ബൗളാണ് എടുത്തേക്കുന്നത്. ഈ ബൗളിനകത്തേക്ക് ആദ്യം നമ്മുടെ ഈ ഒരു കുങ്കുമത്തിൻ്റെ ഓയിൽ ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, 2-3 ഡ്രോപ്സ് മാത്രം മതി. ഇതുണ്ടോ, 2-3 ഡ്രോപ്സ് മാത്രം മതി. 1 2 3 4 വീണിട്ടുണ്ട്, കുഴപ്പമില്ല. ഒരു 4 ഡ്രോപ്സോ 5 ഡ്രോപ്സോ വരെ ആയാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ 6-7 ഡ്രോപ്സ് വരെ ആകാം. കാരണം ഡ്രൈ സ്കിന്നുകാരുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് ഇത് അബ്സോർവ് ആകും. ഏതൊരു ഓയിലും എന്ത് കാര്യം തേച്ചാലും അവരുടെ സ്കിന്നിൽ നന്നായിട്ട് അബ്സോർവ് ആകും. പിന്നെ പെട്ടെന്ന് ഡ്രൈനെസ് ആയി മാറും. അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ കൂടുതൽ, ഒരു 1/4 ടീസ്പൂൺ വരെ ഓയിലൊക്കെ എടുക്കാൻ കുഴപ്പമില്ല, ഏത് ഓയിലാണെങ്കിലും. അപ്പം എൻ്റെ ചെറിയൊരു ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം എടുക്കുന്നില്ല. ഒരു 4-5 ഡ്രോപ്സ് മാക്സിമം. ഞാൻ ഒരു 4 ഡ്രോപ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 4 ഡ്രോപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. അപ്പോൾ ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിന് വളരെയധികം തിളക്കം നൽകാൻ സഹായിക്കുന്നു. അതുപോലെ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ അവരുടെ ചർമ്മത്തിൻ്റെ ഡ്രൈ സ്കിന്ന് മാറ്റി നല്ല രീതിയിലുള്ള തിളക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഗ്ലിസറിൻ. നമ്മുടെ മുഖത്തെ മോയ്സ്ചർ നിലനിർത്തുന്നു, അതായത് ഈർപ്പം നിലനിർത്തുന്നു. അതുമൂലം നമ്മുടെ മുഖത്തുണ്ടാകുന്ന റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ഗ്ലിസറിന് ഒരുപാട് കഴിവുണ്ട്. അതുപോലെ തന്നെ ഗ്ലിസറിൻ എല്ലാ ബ്യൂട്ടി പ്രൊഡക്റ്റുകളിലും കുറച്ച് ഡ്രോപ്സ് വീതം ചേർത്താണ് മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും നല്ലതാണ് നമ്മുടെ ഗ്ലിസറിൻ. അതുപോലെ തന്നെ നമ്മുടെ കുങ്കുമത്തിൻ്റെ ഓയിലോ നല്ല റിസൾട്ടാണ്, നല്ല കളറ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ പാടും കലകളും കംപ്ലീറ്റ് മാറാനായിട്ടും കണ്ണിനടിയിലെ കറുപ്പ് അതുപോലെ തന്നെ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കുങ്കുമത്തിൻ്റെ ഓയിൽ. ചില ആൾക്കാർ ഉള്ളിൽ കളർ കിട്ടാൻ, കുട്ടികൾക്ക് കളർ കിട്ടാനൊക്കെ ആയിട്ട് ഉള്ളിൽ കഴിക്കാറുണ്ടല്ലേ. അപ്പം അതൊക്കെ എത്രത്തോളം ഇതാണെന്ന് നമുക്കറിയില്ല, പക്ഷേ എന്നാലും ആൾക്കാർ കഴിക്കാറുണ്ട്. പക്ഷേ ഇത് സ്കിന്നിന് വളരെയധികം എഫക്റ്റീവാണ്. വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഒഴിക്കാവുള്ളൂ. ഓയിലി സ്കിന്നുള്ളവർ 3-4 ഡ്രോപ്സേ ചേർക്കാവുള്ളൂ. ഇപ്പം ഞാൻ 4 ഡ്രോപ്സാണ് ചേർക്കുന്നത്. 1 2 3 4 4 ഡ്രോപ്സ് ഗ്ലിസറിനും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത ഫേസിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഞാനായിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖചർമ്മം തിളങ്ങാനായിട്ടും റിങ്കിൾസും ഫൈനൽസും ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് രണ്ടും കേട്ടോ. നിസ്സാര സംഭവങ്ങൾ രണ്ടും കൂടെ മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട മസാജ് നല്ല എഫക്റ്റീവായിരിക്കണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. കണ്ണിനടിയിലും കണ്ണിന് ചുറ്റിനും ഒക്കെ തേച്ച് കൊടുക്കുക. അപ്പം ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് എടുത്തത്. എൻ്റെ ചെറിയൊരു ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഓയിൽ എടുത്തത്. ഡ്രൈ സ്കിന്നുകാർ മസ്റ്റായിട്ടും നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് അവർക്കിത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. എപ്പോഴും ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഞാൻ ഓയിലെല്ലാം മുഖത്ത് തേച്ചപ്പത്തിന് ഇവിടെ കരണ്ട് പോയി, അതുകൊണ്ട് കരണ്ടില്ല കേട്ടോ. അപ്പം ഇടിയും മുഴങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഓയിൽ തേച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മസാജ് ഇങ്ങനെ, അതായത് നമ്മുടെ ഈ ഒരു ലൈൻസൊക്കെ വരാതിരിക്കാനായിട്ടും റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ മാറി മുഖം നല്ല ടൈറ്റ് ആകാനായിട്ടും സഹായിക്കുന്നൊരു മസാജാണ്. ഇങ്ങനെ കൈ പിടിക്കുക. ഈ തള്ളവിരൽ വേണ്ട, തള്ളവിരൽ താഴെ ഈ താടിയിലൂടെ ആയിരിക്കണം വരേണ്ടത്. അത് ഇങ്ങനെ മസാജ്. അപ്പോൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക, പുറകോട്ട് കണ്ടോ ഇങ്ങനെ. അപ്പോഴാണ് ഇവിടുത്തെ റിങ്കിൾസ് എല്ലാം നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നത്. അപ്പം ഇങ്ങനെ തന്നെ ഒരു മസാജ് നമ്മൾ ഇങ്ങനെ പുറകിലായിട്ട് കൊടുക്കുക. ഇത് നമ്മൾ എത്ര നേരം കൊടുക്കണം? ഒരു 1 മിനിറ്റ് നേരം കൊടുക്കണം. ഇതിൻ്റെ കൈ എങ്ങനെയാണ് പോകുന്നതെന്ന് നിങ്ങൾ നോക്കി കറക്റ്റ് രീതിയിൽ തന്നെ നിങ്ങളത് ചെയ്യണം കേട്ടോ.
കേട്ടോ. ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ ഈ ചെവിയുടെ ഈ ഭാഗത്തോട്ടെടുത്ത് നമ്മുടെ സ്കിന്നിനെ വലിച്ച് ടൈറ്റാക്കി നിർത്തുക. ഇതിന് നമ്മളൊരു ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റിനും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു 2 ആഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് നല്ലൊരു മാറ്റം കാണാൻ സാധിക്കും. പിടിക്കുക, ഈ സൈഡ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ 1 മിനിറ്റ് നേരം ചെയ്യുക. ഇത് 1 മിനിറ്റ് നേരം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഒരു ടൈറ്റനിങ് ഒക്കെ ഫീൽ ചെയ്യും. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ഈ സൈഡിലും കൊടുത്തു, ഈ സൈഡിലും കൊടുത്തു. അപ്പോൾ ഇവിടെ കറണ്ടില്ല കേട്ടോ. എന്തെങ്കിലും വെട്ടത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ, കറണ്ട് പോയി. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 2 തള്ളവിരൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ 2 മൂക്കിൻ്റെ 2 സൈഡിൽ പ്രഷർ പോയിൻ്റ് ഉണ്ട്. ആ പ്രഷർ പോയിന്റിൽ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ക്ലോക്ക് വൈസിൽ മസാജ് കൊടുക്കുക, ആൻറ്റി ക്ലോക്ക് വൈസിലല്ല, ക്ലോക്ക് വൈസിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 30 സെക്കൻഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നേരെ മേലോട്ട് വരിക. അതിനുശേഷം ഈ ഒരു കണ്ണ് താഴെ ഈ ഭാഗത്തുനിന്ന് ഇവിടുന്ന് മസാജ് ചെയ്ത് നമ്മുടെ പ്രഷർ പോയിന്റിൽ ടച്ച് ചെയ്യുക. വീണ്ടും 30 സെക്കൻഡ് മസാജ് ചെയ്യുക. നേരെ കൊണ്ടുവരിക. തിരിച്ച് കണ്ണിൻ്റെ ഇവിടുന്ന് എടുത്തിട്ട് നമ്മളിവിടെ ഒരു പ്രഷർ പോയിന്റ്, നെറ്റിയുടെ സൈഡിലെ പ്രഷർ പോയിന്റിൽ ഒന്ന് ക്ലോക്ക് വൈസിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മസാജ് നമ്മൾ ഒരു 10 15 വട്ടം ആവർത്തിക്കാം. അത് നമുക്ക് വളരെ എഫക്റ്റീവാണ്. വീണ്ടും നമ്മുടെ ഈ കൈ ചൂണ്ടുവിരൽ 2 എടുക്കുക. നമ്മുടെ ഈ മൂക്കിൻ്റെ ഇവിടെ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ താടിയിൽ ഇവിടെ 2 കൈയും പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലിരിക്കുക. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. ഈ 2 സൈഡിലോട്ടും കൊടുത്തിട്ട് ഈ ഒരു പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക. വീണ്ടും ഇപ്പോൾ താടിയിൽ ഇവിടുന്ന് ഇങ്ങനെ പോകണം കേട്ടോ. നമ്മൾ മേളിൽ ഈ കൈ ഇങ്ങനെ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ താടിയിൽ ഇവിടുത്തെ ഇങ്ങനെ സ്കിന്നിലൂടെ ഇങ്ങനെ ഓടണം. ഓക്കെ, അത് ഈ ചെവിയുടെ പുറകിലായിട്ട് ഇവിടെ ചെവിയുടെ സൈഡിലായിട്ട് കൊണ്ട് മസാജ് കൊടുക്കണം. അപ്പോൾ 2 ഒരേ രീതിയിൽ തന്നെ നമ്മുടെ കൈ മൂവ് ചെയ്യണം. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ കൊണ്ട് മസാജ് കൊടുക്കുക. വീണ്ടും നല്ല രീതിയിൽ റിങ്കിൾസ് കുറയാൻ സഹായിക്കുന്ന മസാജാണ് കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ചുളിവ് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ചുണ്ടിൻ്റെ ഇവിടെ ഒന്ന് പിടിച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഈ ചെവിയിൽ ഇവിടോട്ട് കൊണ്ടുവരിക. വീണ്ടും ഇവിടെ ഈ ഭാഗത്ത് ലൈൻസ് മാറാൻ ഇങ്ങനെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ ഈ ഭാഗത്തുള്ള കുഞ്ഞു മസിൽസ് ഉണ്ട്, അതിനെയൊക്കെ ഒന്ന് നല്ല സ്ട്രോങ് ആയും സ്ട്രെങ്ത് ആയും അതുപോലെ തന്നെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് അവിടെ നല്ലൊരു റിങ്കിൾസൊക്കെ കുറയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നല്ലതായിട്ടൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് മസാജ് കൊടുക്കുക. പ്രസ് ചെയ്ത് ഇത് നമ്മളൊരു 10 വട്ടം ചെയ്യുക. വീണ്ടും നമ്മുടെ ഈ തള്ളവിരൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇവിടെ ഈ ഒരു ഭാഗത്തോട്ടിങ്ങനെ വിരലിട്ട ശേഷം ഇവിടെ ഒന്ന് ഈ വിരൽ കൊണ്ട് ഈ തള്ളവിരൽ ഇങ്ങനെ പ്രസ് ചെയ്യുക. അകത്തോട്ട് പ്രസ് ചെയ്യല്ല, വിരൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ ചൂണ്ടുവിരൽ വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് റൗണ്ട് മസാജ് കൊടുക്കുക. ഇങ്ങനെ ഇതൊരു 30 സെക്കൻഡ് നമ്മൾ ചെയ്യുക. വീണ്ടും ഈ ഒരു ഭാഗത്ത് അതിന് അപ്പോൾ
കൈയൊക്കെ ഒന്ന് കഴുകി ഇനി നമുക്ക് അടുത്തൊരു മസാജിലോട്ട് എടുക്കാം. താടിയിൽ ഇത് ഇങ്ങനെയൊന്ന് ഇങ്ങനെ ക്ലിപ്പ് പരുവത്തിൽ പിടിക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ ഭാഗത്തോട്ടൊന്ന് പ്രസ് ചെയ്ത് ഇടം വരെ എത്തിക്കുക. ഡബിൾ ചിന്നിൻ്റെ പ്രശ്നം മാറാനും അതുപോലെ തന്നെ ഫേസിനൊക്കെ നല്ലൊരു ഷേപ്പ് കിട്ടാനും സഹായിക്കുന്ന ഒരു മസാജാണ് ഇത്. നമ്മളൊരു 10 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം ഇത് 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വലിച്ച് നമ്മുടെ ഈ തള്ളവിരൽ വെച്ചിട്ട് ഇവിടെ ഒരു പ്രഷർ പോയിൻ്റ് ഉണ്ട്, അവിടെ കൊണ്ട് ടച്ച് ചെയ്യുക. ഇങ്ങനെ വലിച്ച് കൊടുക്കുക, ഇവിടെ ടച്ച് ചെയ്യുക. ഇത് നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് നിലനിർത്താനായിട്ട് ഒരു ഏജൊക്കെ ആയി കഴിയുമ്പം സ്കിന്നൊക്കെ സാഗ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫേസിൻ്റെ ഷേപ്പൊക്കെ നന്നായിട്ട് മാറി വരും. അതൊക്കെ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മസാജാണ്. അപ്പം നിങ്ങൾ ഈ മസാജ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ആ ഒരു ഫേസിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുക. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ഫേസിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ എവിടെയാണ് റിങ്കിൾസ് ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അതിനുശേഷം നിങ്ങളിത് ഒരാഴ്ച 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പം ഉള്ള മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടൊരു പായ്ക്കും കൂടെ പറയുന്നുണ്ട്, അതും കൂടെ നിങ്ങൾ മസ്റ്റായിട്ട് വിട്ടു കൊടുക്കണം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുക ഒരു 10 വട്ടം. വീണ്ടും നമ്മുടെ ഈ ഒരു ചുണ്ടിൻ്റെ ഭാഗത്തോട്ട് വരിക. വന്നിട്ട് നമ്മളിങ്ങനെ ആന്ന് വെക്കുക. എന്നിട്ട് ഇങ്ങനെ പിന്നെയും വാ തുറക്കുക. ഇവിടെ വരുമ്പോഴും വാ ക്ലോസ് ചെയ്യുക. കണ്ണിന് മോതിരവിരൽ ഉപയോഗിക്കുക. എന്നിട്ട് നന്നായിട്ട് ക്ലോക്ക് വൈസ് അപ്ലിഫ്റ്റ് ചെയ്ത് പ്രഷർ പോയിൻ്റ് ടച്ച് ചെയ്യുക. ക്ലോക്ക് വൈസ് അപ്ലിഫ്റ്റ് ചെയ്ത് പ്രഷർ പോയിൻ്റ് ടച്ച് ചെയ്യുക. ക്ലോക്ക് വൈസ് ഇതൊരു 10 വട്ടം നമ്മൾ ചെയ്യുക. ഐബ്രോസും അപ്ലിഫ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം ഇവിടെയൊക്കെ സാഗിങ് പ്രശ്നം വളരെയധികം കൂടും 40-ന് ശേഷം. അപ്പോൾ എന്താണ് ഇത് വരാതിരിക്കാനായിട്ട് കൺട്രോൾ ചെയ്ത് തൂക്കം വരാതിരിക്കാനായിട്ട് ചെയ്യുന്ന മസാജാണ്. അപ്ലിഫ്റ്റ് ചെയ്യുക. ഈ ഭാഗത്ത് വരുമ്പോൾ സോഫ്റ്റായിട്ട് മസാജ് കൊടുക്കുക. മേളിലോട്ട് വരുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് ലിഫ്റ്റ് ചെയ്തെടുത്തിട്ട് ഇവിടെ കൊണ്ട് ടച്ച് ചെയ്യുക. പിരികത്തിൻ്റെ കോർണർ, അതായത് ഈ കണ്ണിൻ്റെ കോർണറിലെ പ്രഷർ പോയിൻറ്റ്, പിരികത്തിൻ്റെ തൊട്ട് താഴെ ഇവിടെ പ്രഷർ ചെയ്യുക. ഇത് നമ്മൾ 1 മിനിറ്റ് നേരം ചെയ്യണം. ഇത് 1 മിനിറ്റ് നേരം നമ്മൾ ചെയ്തിട്ട് തിരിച്ച് പതുക്കെ കണ്ണിന് ചുറ്റും ആൻറ്റി ക്ലോക്ക് വൈസിൽ മസാജ് ചെയ്യുക. തിരിച്ച് പതുക്കെ കണ്ണിൻ്റെ കൺപോളകളുടെ മുകളിൽ കൂടെ തന്നെ ഒരു 1 മിനിറ്റ് നേരം നന്നായിട്ട് മസാജ് കൊടുക്കുക. 1 മിനിറ്റ് നേരം നമ്മളിങ്ങനെ മസാജ് കൊടുത്തിട്ട് നമ്മുടെ ഈ ഐബോളിൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒരു മസാജ് കൊടുക്കുക. ഐബോളിന് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒരു മസാജ് കൊടുക്കുക. വീണ്ടും നമ്മൾ ക്ലോക്ക് വൈസിൽ ചെയ്ത് ആൻറ്റി ക്ലോക്ക് വൈസിൽ ചെയ്യുവാണിപ്പം. ആൻറ്റി ക്ലോക്ക് വൈസിൽ ചെയ്യുക. ചെയ്തതിന് ശേഷം ഐബോളിൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒരു മസാജ് കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്യുക. തിരിച്ച് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. നമ്മുടെ കണ്ണിനൊക്കെ നല്ല ഷേപ്പ് കിട്ടാനായിട്ടും വളരെയധികം സഹായിക്കുന്ന ഒരു മസാജാണ്. വീണ്ടും നമ്മൾ നമ്മുടെ കണ്ണ് ഇങ്ങനെ തള്ളവിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് കൊടുക്കുക. ഇതൊരു 10 വട്ടം നമുക്ക് ചെയ്യാം. കണ്ണടച്ചും ചെയ്യാം, കണ്ണ് തുറന്നും ചെയ്യാം കേട്ടോ. ഈ ഭാഗത്തെ റിങ്കിൾസൊക്കെ, ഈ ഭാഗത്തൊക്കെ ചുളിവ് വരാറുണ്ട് ഓരോരുത്തർക്ക്, അതൊക്കെ മാറാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കണ്ണിന് ചുറ്റും ചെയ്തു, കണ്ണിൻ്റെ ഐബ്രോസിൽ ചെയ്തു. ഇനി നമ്മൾ നെറ്റിയിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. ഇങ്ങനെ കൈ പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു പ്രഷർ പോയിൻറ്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക. സിമ്പിളായിട്ടുള്ള മസാജാണ് കാണിച്ചത് കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന മസാജാണ്. അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം പോലെ എൻ്റെ കൂടെ ചെയ്തിട്ട് അത് പഠിക്കാവുന്നതാണ്. ഇതൊരു 10 വട്ടം നമ്മൾ ചെയ്യുക. വീണ്ടും നമ്മൾ
ഇങ്ങനെ നമ്മൾ ഈ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളൊരു 1 മിനിറ്റ് നേരം ചെയ്യുക. കൈ കഴിക്കുവാണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ കുറച്ച് മസാജ് എല്ലാം ചെയ്തു. ഇനി നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചതിന് കൂപ്പി പിടിക്കുക. അതിനുശേഷം ഇങ്ങനെ നമ്മൾ ഫേസ് എടുത്തിട്ട് നല്ല രീതിയിലൊരു മസാജ് കൊടുക്കുക. ഇതിലേക്കൂടെ താഴോട്ട് വിടുക. വീണ്ടും നമ്മൾ കൂപ്പി പിടിക്കുക, മസാജ് കൊടുക്കുക. താഴെ ഇതിലേക്കൂടെ ഇറങ്ങി ഇങ്ങനെ വലിച്ചു വിടുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം നമ്മൾ ചെയ്യുക. ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിഞ്ചിങ്, പാറ്റിങ്. നമ്മൾ വെറുതെ ഇങ്ങനെ ഒന്ന് ഒരു റിലാക്സിന് വേണ്ടിയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയുമായിട്ടുള്ള സിമ്പിൾ മസാജാണ് കാണിച്ചത്. ഇത് നമ്മൾ ഒരു 40 വയസ്സിന് ശേഷമുള്ളവർ റെഗുലറായിട്ട് നിങ്ങൾ 1-2 ആഴ്ച അടുപ്പിച്ച് ചെയ്യുക. 1-2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ആഴ്ചയിൽ 2 വട്ടമെങ്കിലും ചെയ്തു പോകുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്നെ കിട്ടും. നമ്മുടെ കുങ്കുമത്തിൻ്റെ ഓയിലും ഗ്ലിസറിനും ഒക്കെ നമ്മുടെ മുഖചർമ്മം തിളങ്ങാനായിട്ടും അതുപോലെ തന്നെ എന്താണ് മുഖത്തിൻ്റെ പാടൊക്കെ മാറ്റാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. ഇരുളിമ മാറ്റും. അതുപോലെ നമ്മുടെ മുഖത്ത് എന്താണ് സ്വാഭാവിക നിറം നിലനിർത്താനായിട്ടും റിങ്കിൾസും ഫൈനൽസും ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന മസാജും കൂടാണ് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം അലോവേര ജെല്ല്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വൈറ്റ് അലോവേര ജെല്ല് 1 ടേബിൾ സ്പൂൺ എടുക്കുക. അതിലേക്ക് നമ്മൾക്ക് എന്താണ് കുറച്ച് ഒരു ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഉപയോഗിക്കുക. ഓയിലി സ്കിന്നാണെങ്കിൽ അതിനകത്തേക്ക് തക്കാളി നീര് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പായ്ക്ക് പോലെ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ പ്ലെയിൻ വാഷ് ചെയ്ത് കഴുകി കളഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാകുന്ന മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് കാണാൻ സാധിക്കും. ഇത് നമ്മൾ റൊട്ടീനായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു സ്കിന്നിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. പിന്നെ എന്താണ്, പിന്നെ ഇത് സമയം പോലെ ചെയ്യുമ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതിനായിട്ട് മാറ്റി വെക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾ ടെൻഷനും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. എനിക്കുമുണ്ട് എൻ്റേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ. എന്നാലും ഞാൻ എൻ്റെ സ്കിന്നിനെയും എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും ശ്രദ്ധിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.